നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ നമ്മളെ അവഗണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രെയിൻ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അയാൾ എന്തിനാണ് എന്നെ ഒഴിവാക്കിയത്, അല്ലെങ്കിൽ അയാൾ എന്താണ് എന്നോട് മിണ്ടാതിരിക്കുന്നത്, അയാൾ എന്തുകൊണ്ടാണ് എന്നെ തേടി വരാത്തതെന്ന് ഉള്ള കുറേ ചോദ്യങ്ങളുണ്ട്. നമുക്കെപ്പോഴും ഉറപ്പില്ലാത്ത കാര്യങ്ങളോട് ഒരു വെറുപ്പ് വരുന്ന മൈൻഡ് സെറ്റാണ് എല്ലാവർക്കും ഉള്ളത്. അതായത് നമ്മുടെ സൈക്കോളജി അങ്ങനെയാണ്. അപ്പോൾ ഒരാളെ നമ്മളെ അവഗണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ പറയുന്ന ഒരു ഉറപ്പില്ലായ്മ, നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഒരു സംശയം, ആ സംശയം നമ്മളെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു വ്യക്തി നമ്മളെ അവഗണിച്ചതിന് ശേഷം നമ്മൾ ആ വ്യക്തിയുടെ പുറകെ അയാൾ അവഗണിച്ചതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്നത് ആ പറയുന്ന വ്യക്തിയിലേക്ക് പോകും. അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന മറ്റൊരാളുടെ റെസ്പോൺസിന് വേണ്ടിയിട്ട് കാത്തിക്കുവാണ്. അപ്പോൾ അവരത് മുതലെടുക്കും. ആരോഗ്യപരമായിട്ടുള്ള ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ഒരാളങ്ങനെ നമ്മളെ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക. അതായത് ആ വ്യക്തി ഇവിടെ നിലവിലില്ല എന്നുള്ള മട്ടിലേക്ക് നമ്മൾ ജീവിക്കുകയാണ് ഏറ്റവും നല്ലത്. അതായത് സൈലൻസ് എന്ന് പറയുന്നത്, നിശബ്ദത എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. ഇത് ഞാൻ പറയുന്നത് ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള, അതായത് ആരോഗ്യപരമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതായത് നമ്മൾ അവരെ തിരിച്ച് ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ ഒരാളെ അവഗണിക്കുക എന്ന് പറയുന്നത് അതൊരു ഈഗോ അല്ല, നേരെ മറിച്ച് അതൊരു ബാലൻസിങ് ആണ്. കാരണം അവർ നമ്മളെ ഇഗ്നോർ ചെയ്തപ്പോൾ നമ്മൾ തിരിച്ച് അവരെയും ഇഗ്നോർ ചെയ്യുന്നു. നമ്മുടെ ബ്രെയിനിലേക്ക് അപ്പോൾ ഒരു സിഗ്നൽ കിട്ടുവാണ്. അതായത് ആ വ്യക്തി ഇല്ലാതെ തന്നെ നീ സേഫായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു സിഗ്നലാണ് അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് അത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വലിയ മാനസിക വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല.